വായനക്കാരൻ്റെ അറിയാനുള്ള അവകാശത്തെ തങ്ങൾക്ക് ഹിതമായത് മാത്രം അറിയിക്കാനുള്ള കോർപ്പറേറ്റ് അവകാശം കൊണ്ട് പകരം വെക്കുക എന്ന കാര്യമാണ് ഇന്ന് ഇന്ത്യൻ മാധ്യമരംഗത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ച് നടക്കുന്നത്. ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഷകളിലെ പത്രങ്ങളും ടി.വികളും വരെ കൂട്ടത്തോടെ ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേറ്റ് വമ്പന്മാർ ജൈത്രയാത്ര തുടരുകയാണ്. ഇവർക്കിതിന് സർവ്വവിധ സ്വാതന്ത്ര്യവും നൽകുക എന്നതായി ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം അധപ്പതിച്ചിരിക്കുകയുമാണ്. കേരളത്തിൽ തന്നെ 98% ടി.വികളും കോർപ്പറേറ്റ് അധീനതയിലാണ് എന്നത് ഗൗരവമായി കാണേണ്ടതാണ്. മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് ആധിപത്യം വരുമ്പോൾ ജനങ്ങളുടെയും നാടിൻ്റെയും താൽപ്പര്യം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, റബ്ബർ ഇറക്കുമതി ക്രമാതീതമാവുമ്പോൾ തകരുന്നത് റബ്ബർ കർഷകരാണ്, നമ്മുടെ സമ്പദ്ഘടനയാണ്. റബ്ബർ ഇറക്കുമതി പാടില്ല എന്ന് കേരളവും ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. പക്ഷേ ആസിയാൻ പോലുള്ള കരാറുകളിലൂടെ വർഷം തോറും പുതുക്കപ്പെടുന്ന കയറ്റിറക്കുമതി നയത്തിലൂടെ റബ്ബറിൻ്റെ ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ ചുരുക്കി പൂജ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇതുകൊണ്ടുള്ള ഗുണം അനുഭവിക്കുന്നത് റബ്ബർ ടയർ വ്യവസായ ലോബിയാണ്. റബ്ബർ ഇറക്കുമതി നിയന്ത്രണരഹിതമായി തുടരണമെന്നാണ് റബ്ബർ ടയർ വ്യവസായ ലോബി ആവശ്യപ്പെടുന്നത്. ഇറക്കുമതി ചുങ്കം സാധാരണഗതിയിൽ കൂട്ടണമെന്ന് ഇവർ ആവശ്യപ്പെടില്ല. ഇവിടെ കാണേണ്ടത് ഈ റബ്ബർ വ്യവസായത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നവരുടെ ഉടമസ്ഥതയിൽ ഒരു മാധ്യമമുണ്ടെങ്കിൽ ആ മാധ്യമം ആസിയാൻ കരാറിനെതിരെ എഴുതുമോ? അതേപോലെ ഇറക്കുമതി ചുങ്കം കൂട്ടണമെന്ന് ആവശ്യപ്പെടുമോ? ഇറക്കുമതി ചുങ്കം താഴ്ത്തുന്നതിനുള്ള ന്യായീകരണം അവതരിപ്പിച്ച് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് ചെയ്യുന്നവരെ ആ മാധ്യമം സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. അതോടൊപ്പം മറിച്ചുള്ള നിലപാടുകളെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആ മാധ്യമം കരുതേച്ച് കാണിക്കുകയും ചെയ്യും. ഇത് മാധ്യമധർമ്മമാണെന്ന് പറയാൻ പറ്റുമോ? അതേസമയം ആ റബ്ബർ വ്യവസായിയുടെ താൽപ്പര്യം മാധ്യമത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്നതാണ് കാണാൻ സാധിക്കുക. മാധ്യമ കോർപ്പറേറ്റ് ശൃംഖലയുടെ ഭാഗമാകുമ്പോൾ സംസ്ഥാന താൽപ്പര്യവും ജനതാൽപ്പര്യവും എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത് എന്നതാണ് നാം ഇതിലൂടെ കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകാതിരിക്കുക, കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുക, അങ്ങനെ വരുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പറയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ അനുഭവത്തിൽ
അങ്ങനെ കാണാൻ കഴിയുന്നില്ല. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജനക്ഷേമ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേരള ബജറ്റിനെ ജിബുംഭ എന്ന തലക്കെട്ടുകൊണ്ട് ഇവർ ആക്ഷേപിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. രാജ്യവ്യാപകമായി കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളെ വിഴുങ്ങുന്ന പ്രക്രിയ അതിശക്തമായി തുടർന്ന് ഏതാണ്ട് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്.